കുരിയച്ചിറയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം ഉപരോധിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചത്. 30 വർഷമായി ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇത്രയും 4-5 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിയില്ല. കഷ്ടം ദുരിതം മാത്രം. മണലും സിമെന്റ് ഈ കെട്ടിടത്തിന് കമ്പിയും പാറയും കല്ലും വീടിന്റെ മൊക്കട്ട് കൊണ്ടിരിക്കാൻ. ഇപ്പൊ അനികൃതമായിട്ട് അവർ നോക്കിയ വീടിന്റെ ഓരത്തുനിന്ന് മണ്ണ് വെട്ടിയെടുത്തു. 9 കൊല്ലം താഴ്ചയില് ഇന്നലെ മിനിഞ്ഞാന്ന് കാറ്റത്ത് വീടുകളൊക്കെ ഇടിഞ്ഞു തുടങ്ങി. ഇന്നലെ മഴ പെയ്യുമ്പോഴേ ഞങ്ങൾ കുഞ്ഞുമക്കളിട്ട് പുറത്തിരിക്കായിരുന്നു. മനസ്സിലാവണ്ട, ഞങ്ങൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ ഭീഷണി രീതിയിലാണ് ഞങ്ങളുടെ സംസാരിച്ചത്. അറിയോ, ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ ബിൽഡിംഗ് വെക്കരുത് പറഞ്ഞാ ഇവര് ഈ പുറമ്പോക്ക് ഭൂമിയിലാണ് പകുതി മുക്കാൽ ബിൽഡിംഗ് ഇവരെ കയ്യിരിക്കുന്നത് ഇവിടെ. ഇന്നലെ ഞങ്ങൾ ഈ കണ്ടുവരുന്നു. ഈ നേരെ വരെ ഒരു ആക്ഷൻ അവർ എടുത്തിട്ടില്ല. ഈ നേരെ വരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇതിന് മുതലാളി വരാണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഇവിടെ അനങ്ങില്ലേട്ടാ. പാർപ്പിട സമുച്ചയം വികസിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനായി ആഴത്തിൽ കുഴിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് തകർച്ചാ ഭീഷണിയിലായിരിക്കുകയാണ് 4 പതിറ്റാണ്ടിലേറെയായി കുരിയച്ചിറ പാറക്കയറ്റം കനാലിനരികെയുള്ള പോപ്പ് ജോൺ സെക്കൻഡ് ബ്ലോക്കിൽ താമസിക്കുന്ന 10-ലേറെ കുടുംബങ്ങൾ. കനാലിനരികെ താമസിക്കുന്ന ഈ വീടുകളുടെ പിറകുവശത്താണ് പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വീടുകളോട് ചേർന്ന് ആഴത്തിൽ കുഴിച്ച് മണ്ണെടുത്തതിനാൽ വീടുകളുടെ ചുമരിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളും ഏതു നിമിഷവും കുഴിയിലേക്ക് ഇടിയുമെന്ന സ്ഥിതിയിലാണ്. നിർമ്മാണത്തിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കല്ലും കമ്പിയും ഉൾപ്പെടെയുള്ളവ വീഴുന്നത് പതിവാണെന്ന് പ്രതിഷേധ സമരം നടത്തിയ വീട്ടുകാർ പറഞ്ഞു. ദേശായി ഹോംസ് ഫ്ലാറ്റ് വന്നതോടുകൂടി ഇവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. പിള്ളേർക്കൊക്കെ രോഗങ്ങളൊന്നും സിമെന്റ് മണല് പൊടി എല്ലാവരും വീടിൻ്റെ അകത്തുണ്ട്. ഇവരെ ഓട് പോവുക അതേണ്ടില്ലേ, ആകെ പൊളിഞ്ഞ് വീടിൻ്റെ അക കാണുന്നത്. ഇതെപ്പോഴാണെങ്കിലും നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഒക്കും കൂടി പൊളിഞ്ഞ് അവിടെ ദേശായി ഫ്ലാറ്റിൻ്റെ അടിയിലേക്ക് വന്ന് വീഴും. ഇവര് ഇവിടെ പണിത് തുടങ്ങിയപ്പോട്ട് നമുക്ക് ഭയങ്കര ദുരിതമാണ്. വീടുകളെ വീഴാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കണത്. നമ്മളെ അധികാരികളെ ഒന്ന് വിവരം അറിയിച്ചിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുത്ത് തരാണ് ഞങ്ങൾക്ക് സൗകര്യം. ഞങ്ങളല്ലാണ്ട് എവിടേക്ക് പോകാനാ? ഇവർ പറയുന്നത് വാടകയ്ക്ക് വീട് എടുത്ത് പോകാനാ. വാടകയ്ക്ക് വീട് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇതിനായി ശാശ്വതമായ ഒരു പരിഹാരം ഇവരുണ്ടാക്കി തരണം. പ്രശ്നം കോർപ്പറേഷൻ മേയറോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് മേയറും സംഘവും ശനിയാഴ്ച നേരിൽ കണ്ട് ബോധ്യപ്പെട്ടെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. സമീപ വീടുകൾക്ക് ഭീഷണിയായ നിർമ്മാണ പ്രവർത്തനം ഉടൻ നിർത്തിവെച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. ഇത് ഇന്നലെ വന്ന് പരാതിപ്പെട്ടു, ഇവരെല്ലാം പരാതിപ്പെട്ടു. ഇവിടെ വന്ന് അടിയന്തരമായി സാഹചര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇവർക്ക് എല്ലാം പറഞ്ഞു, ഇവർക്ക് വീട് വാടക വീട് എടുത്തു കൊടുക്കാമെന്നല്ല പറഞ്ഞാൽ, വാടക എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ഒരു വാക്കിൻ്റെ മാത്രമായിട്ട് ഇവിടുന്ന് ഗേറ്റ് എല്ലാവരും കടന്നു പോന്നു. അതിനുശേഷം അവർക്ക് എന്താ ഏതെന്ന് അറിയില്ല. അവർ പറയാം ഞങ്ങളെ പറഞ്ഞിട്ടില്ല. ആ മഴ പെയ്തതിന് ശേഷമാണ് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുള്ളത്. ഒരു വീടിൻ്റെ ഭാഗികമായിട്ട് മൊത്തം പൊളിഞ്ഞു. അതിനുശേഷം ഇവർക്ക് വാടക കൊടുക്കുക, അത് കൊടുക്കണില്ല. ഞങ്ങൾ പണ്ട് വേറെ ഒന്നും വേണ്ട, ഇവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അടിയന്തരമായിട്ട് ഇവിടുത്തെ കൗൺസിലർമാരാവട്ടെ, മേയർ വന്നിരുന്നു. മേയർ ഇന്നലെ വന്നു, ജസ്റ്റ് വന്നു കണ്ടു കൊടുത്ത് പോയി. ആ മേയറും ഇടപെട്ട് ഇവിടുത്തെ MLA, ഇപ്പോഴത്തെ MLA രാജൻ, ഒരുപാട് മന്ത്രിമാർ വരാൻ പോകുന്നുണ്ട്. അവരൊക്കെ വന്ന് ഇടപെട്ട് ഇതേപോലത്തെ വലിയ ഫ്ലാറ്റാണ് ദേശായി ഹോംസ്, എറണാകുളത്താണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി അടിയന്തരമായി ചെയ്യണം. ഉപരോധത്തിനിടെ ഒരു വീട്ടമ്മ മണ്ണെണ്ണ നിറച്ച കുപ്പിയുമായി പ്രതിഷേധിച്ചത് ആശങ്ക സൃഷ്ടിച്ചെങ്കിലും അവരെ മറ്റുള്ളവർ അനുനയിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശ്ശൂർ.